ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 7 ബേസിക് സയൻസിൽ നമുക്ക് ലെയറിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെയറിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പോൾട്ടൺ ബാഗ് ഒരു വശം റബ്ബർ ബാൻഡ് ഇട്ടെടുക്കണം. അതിന് ശേഷം മറ്റേ വശം നൂത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ കാണുന്ന ചകിരിച്ചോറും ചാണാൻ അതൊക്കെയുള്ള ഒരു മിശ്രിതമുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നിറച്ച് നല്ല ടൈറ്റായിട്ട് മുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ല ടൈറ്റായി ഇരുന്നാലേ അതൊരു കട്ടിക്കിരിക്കണം, അങ്ങനെ ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ നിറച്ചതിന് ശേഷം നമ്മളിതേപോലെ ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി അന്നേരം അതിനകത്ത് പിന്നെ സ്പേസ് വരും. അപ്പോൾ നമ്മൾ അതിനകത്തൂടെ പിന്നെ ഇട്ട് കൊടുക്കണം. നല്ല രീതിക്ക് തന്നെ അത് നിറച്ചെടുത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് കൂടി നല്ല ടൈറ്റായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. എയർ ടൈറ്റ് പോലെ നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുത്ത് കെട്ടിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് എടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനി ചെടിയുടെ കമ്പ് ഇതേപോലെ വെട്ടി ചുറ്റിനും ഒരു റിങ് പോലെ വെട്ടിയെടുത്ത് തൊലി കളയണം. അപ്പം നമുക്കിതേപോലെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളയുമ്പം ശ്രദ്ധിക്കണം, കമ്പ് വെട്ടിപ്പോവരുത്. കമ്പ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളരത്തില്ല. തൊലി മാത്രമേ പോവാവൂ. നല്ല രീതിക്ക് തന്നെ തൊലി മാത്രം നമുക്കിതേപോലെ വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ തൊലി നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെട്ടിയെടുത്തത് അവിടെ നമ്മൾ മുന്നേ പോൾട്ടൺ ബാഗിൽ നിറച്ച് വെച്ചത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. കെട്ടി വെക്കണം. അപ്പോൾ ഇവിടെ അതിന് മുന്നേ നമുക്കൊരു അലോവേറയുടെ ജെല്ല് തേക്കണം. കാരണം ഇത് റൂട്ട് ഹോർമോണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് റൂട്ട് കിളിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് റൂട്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ജെല്ല് നല്ല രീതിക്ക് ആവണം. ജെല്ല് നല്ല രീതിക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇതേപോലെ മുൻപോട്ടും പുറകിലോട്ടും ആക്കി അതകത്തോട്ട് ആക്കിയെടുക്കണം. അതിന് ശേഷം ഇത് കെട്ടണം. ഇതേപോലെ നമുക്കിത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിളിക്കത്തില്ല. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് തന്നെ നമുക്കത് കെട്ടിയെടുക്കണം. ഇതേപോലെ നല്ല ടൈറ്റാക്കിയതിന് ശേഷം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലെയറിങ് ഇവിടെ കഴിഞ്ഞിനി നമുക്കത് നട്ടാൽ മാത്രം